നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് നഗരസഭ LDFും UDFും നേർക്കുനേർ. BJP CPM അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് UDF. പരാജയഭീതിയാണ് ആരോപണത്തിന് പിന്നിലെന്ന് LDF. CPMും കോൺഗ്രസും ഒത്തുകളിക്കുന്നതായി BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനത്തിൽ ഇന്ത്യയിൽ ഇതാദ്യമെന്ന് ജില്ലാ കളക്ടർ. കാഞ്ഞങ്ങാട് നഗരസഭ NA ഖാലിദിന്റെ തിരഞ്ഞെടുപ്പിന് മുനവർ അലി ശിഹാബ് തങ്ങളെത്തി. ഫഹദിന്റെ കൊലപാതകം. CPM നേതാക്കൾ നുണപ്രചാരണം നടത്തുന്നതായി RSS നേതാക്കൾ. MSF മണ്ഡലം പ്രസിഡന്റിനെ ആക്രമിച്ചതായി പരാതി. നഗരത്തിൽ പ്രതിഷേധ പ്രകടനം. ശിവഭക്തിയിൽ ലയിച്ച് നൃത്തശില്പം. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ അരങ്ങേറിയ നൃത്തശില്പം ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ CPMും BJPയും രഹസ്യധാരണയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് UDF നേതാക്കൾ കാഞ്ഞങ്ങാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ CPMും BJPയും തമ്മിലുള്ള രഹസ്യബാന്ധവം പുറത്തു വന്നിരിക്കുന്നുവെന്ന് UDF നേതാക്കൾ പറഞ്ഞു. 15-ാം വാർഡിലെ ലക്ഷ്മി നഗറിൽ BJP സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ CPM ഇവിടെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല. CPM പ്രവർത്തകർക്ക് സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം BJP സ്ഥാനാർത്ഥിക്കു വേണ്ടി ഇല്ലാതാക്കിയിരിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. 14-ാം വാർഡിൽ CPM വ്യാപാരി നേതാവിനെ പിന്തുണക്കുന്നതിന് എന്ത് ധാർമ്മികതയാണുള്ളതെന്ന് വ്യക്തമാക്കണമെന്നും UDF നേതാക്കൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ, അഡ്വക്കേറ്റ് MC ജോസ്, P. മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, DV ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ബാബുരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. അതിയാമ്പൂർ വാർഡിലെ UDF സ്ഥാനാർത്ഥി CMP ജില്ലാ സെക്രട്ടറി B. സുകുമാരന്റെ ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് നേതാക്കൾ പറഞ്ഞു. വോട്ടർമാരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് സുകുമാരന്റെ ശ്രമമെന്നും നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പിലെ പരാജയം മുന്നിൽ കണ്ട് UDF സ്ഥാനാർത്ഥി ദുഷ്ടലാക്കോടെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് CPM നേതാക്കൾ കാഞ്ഞങ്ങാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിയാമ്പൂർ വാർഡിൽ BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്ന കാര്യം B. സുകുമാരൻ ബോധപൂർവ്വം മറച്ചുവെക്കുകയായിരുന്നെന്നും നേതാക്കൾ ആരോപിച്ചു. B. സുകുമാരന്റെ സ്ഥാനാർത്ഥിത്വം LDFന് ഒരു വെല്ലുവിളിയും ഉയർത്തുന്നില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. നഗരസഭയിൽ BJPയുമായി കൂട്ടുകൂടിയ പാരമ്പര്യം B. സുകുമാരന്റെ പാർട്ടിക്കും UDFനും ഉള്ളതാണെന്നും നേതാക്കൾ പറഞ്ഞു. B. സുകുമാരന്റെ ആരോപണങ്ങൾ വോട്ടർമാർ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് CPM നേതാക്കൾ പറഞ്ഞു. ഇത്തരം പ്രകോപനങ്ങളിൽ വഞ്ചിതരാകാതിരിക്കാൻ നേതാക്കൾ അഭ്യർത്ഥിച്ചു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ LDF സ്ഥാനാർത്ഥി VV രമേശിനോടൊപ്പം മുതിർന്ന CPM നേതാക്കളായ AK നാരായണൻ, അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, P. നാരായണൻ, DV അമ്പാടി, ബെല്ലാരാജൻ എന്നിവരും പങ്കെടുത്തു. CPMും കോൺഗ്രസും ഒത്തുകളിക്കുന്നതായി BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. പ്രസ് ക്ലബിന്റെ ജനസഭ 2015 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്തിൽ BJP അധികാരത്തിൽ വന്നാൽ സാധാരണക്കാർക്കുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് പറഞ്ഞു. പ്രസ് ക്ലബിന്റെ ജനസഭ 2015 പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ ഭീമാ സുരക്ഷാ യോജന 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കാസർഗോഡ് ജില്ലയുടെ മുഴുവൻ അർഹതപ്പെട്ട ആൾക്കാർക്കും നൽകാൻ വേണ്ടിയിട്ട് BJP തയ്യാറാണ്. BJPയുടെ ജില്ലാ പഞ്ചായത്ത് അധികാരത്തിൽ വന്നാൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരം വന്നാൽ അതിന് സന്നദ്ധ സംഘടനകളുടെയും ഉദാരമതികളായിട്ടുള്ള വ്യക്തികളുടെയും സഹായം, അതിനുവേണ്ടി പ്രത്യേക പാക്കേജ് ജില്ലാ പഞ്ചായത്തിൽ അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ BJP അധികാരത്തിൽ വരുന്നിടത്ത് BJPക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നിടത്തൊക്കെ നടപ്പിലാക്കാൻ BJP തയ്യാറാണ്. എല്ലാവർക്കും പ്രധാനമന്ത്രിയുടെ 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് നൽകുമെന്നും അടൽജി പെൻഷൻ അർഹതപ്പെട്ട എല്ലാവർക്കും ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPMും കോൺഗ്രസും ഒത്തുകളി രാഷ്ട്രീയം കളിക്കുകയാണെന്നും അതുകൊണ്ടാണ് ഉദുമ മാങ്ങാട്ടെ ബാലകൃഷ്ണൻ വധക്കേസിലെ പ്രതികളെ കണ്ടെത്താൻ CBI അന്വേഷണം ആവശ്യപ്പെടാതിരുന്നതെന്നും ശ്രീകാന്ത് പറഞ്ഞു. മാങ്ങാടിലെ CPIM പ്രവർത്തകൻ MB ബാലകൃഷ്ണന്റെ കൊലപാതകം യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് തന്നെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിൽ
ഇന്നത്തെ DCCയുടെ നേതൃത്വം ഗൂഢാലോചന നടത്തി നടപ്പിലാക്കിയിട്ടുള്ള ഒരു കൊലപാതകം. ആ കൊലപാതകത്തിൽ സംരക്ഷണം നൽകിയത് ആരാണെന്നൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ പുറത്തു പറഞ്ഞിട്ടും CPIM-ഉം കോൺഗ്രസും അക്കാര്യത്തിൽ മൗനത്തിലാണ്. CPIM എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ അനങ്ങാതിരിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറാകണം. അതും ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ്. CPIM-ന് ബാലകൃഷ്ണൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും CBI അന്വേഷണവും അതിനുവേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെടുകയും അത് ചെയ്യില്ല എന്നുള്ളതറിയാം ഹൈക്കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്യേണ്ടതിന് പകരം വെറുതെ ഇല്ലാണ്ട് കേരള പോലീസിനെ വിശ്വസിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സുരേഷ് കുമാർ ഷെട്ടി, P. രമേശ്, പ്രമീള C. നായിക്, പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, സെക്രട്ടറി രവീന്ദ്രൻ രാവണേശ്വരം എന്നിവരും പങ്കെടുത്തു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അരുവിക്കരയല്ല കേരളമെന്ന് ഉമ്മൻചാണ്ടി അറിയുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ചെറുവത്തൂർ മടക്കരയിൽ ഇടതുമുന്നണി പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എന്നാൽ ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര കമ്പോളത്തിൽ കുറഞ്ഞു. ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞപ്പോൾ ഡീസലിന്റെയും പെട്രോളിന്റെയും വില ഇവിടെ കുറയുണ്ടായി. അതിനനുസൃതമായി കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് നികുതി ശതമാനം വർദ്ധിപ്പിച്ച് കൂടുതൽ ഈടാക്കാൻ തീരുമാനിച്ചു. കേന്ദ്രത്തിന് അത് ചെയ്യാമെങ്കിൽ കേരളത്തിനും നികുതി വർദ്ധിപ്പിക്കാം എന്ന് ശ്രീ KM മാണി കണ്ടുപിടിച്ചു. അദ്ദേഹം മുമ്പ് നൽകിയിരുന്ന കൺസെഷൻ പിൻവലിച്ച് ഇവിടെയും നികുതി 24%. ചുരുക്കം പറഞ്ഞാൽ, വില കുറഞ്ഞാൽ നിങ്ങൾ ജനങ്ങളിലേക്ക് ഇത് നൽകും എന്ന് പറഞ്ഞ സർക്കാർ വാഗ്ദാനം ലംഘിക്കപ്പെട്ടതിന്റെ ഫലമായി ഡീസലിന്റെയും പെട്രോളിന്റെയും വിലയിൽ വലിയ വ്യത്യാസമുണ്ടാകാത്തത് നമ്മുടെ ചരക്കുകൂലിയും യാത്രക്കൂലിയും കുറയ്ക്കാൻ സഹായിച്ചില്ല. ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിൽ അനുദിനം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിമതിയിൽ സർവകാല റെക്കോർഡാണ് UDF സർക്കാരിൻ്റെതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KP വത്സലൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, MTP അബ്ദുൽ ഖാദർ, കണ്ണൻ മാസ്റ്റർ, A. അമ്പുഞ്ഞി, മുകേഷ് ബാലകൃഷ്ണൻ, TV കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. NA ഖാലിദിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം സജീവമായി. ആവിയിൽ മുനവർ അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്ത പൊതുയോഗം നടന്നു. ആവിയിലെ UDF സ്ഥാനാർത്ഥി NA ഖാലിദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മുനവർ അലി ശിഹാബ് തങ്ങളെത്തി. ആവിയിൽ നടന്ന പൊതുയോഗത്തിൽ മുനവർ അലി ശിഹാബ് തങ്ങൾ പ്രഭാഷണം നടത്തി. ഈ ഒരു പ്രസ്ഥാനമെന്നും വളരെ അച്ചടക്കത്തോടു കൂടി പാർട്ടിയുടെ ആഹ്വാനപ്രകാരം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ് നമുക്കുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞങ്ങാട് നഗരസഭ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു നഗരസഭയാണ്. കാസർഗോഡ് ജില്ലയിൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ്. AM മുഹമ്മദ് അധ്യക്ഷനായി. മെട്രോ മുഹമ്മദ് ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, P. മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ കല്യോട്ട് മാസങ്ങൾക്ക് മുൻപ് നടന്ന അബ്ദുൾ ഫഹദ് എന്ന പിഞ്ചുകുഞ്ഞിന്റെ ദാരുണമായ കൊലപാതകം സംബന്ധിച്ച് CPM നേതൃത്വം നടത്തുന്ന പ്രചാരണം സാമുദായിക കലാപം ഉണ്ടാക്കുമെന്ന് RSS ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റുള്ളവരെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാണുന്ന CPM ഇതിനു മുമ്പും ഇത്തരത്തിൽ പല വിഷയങ്ങളിലും സമാനമായ നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്നും RSS ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ആ നാട്ടിലെ എല്ലാവർക്കും അറിയാം, പുല്ലൂർ പെരിയ പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാവർക്കും അറിയാം, ആ വ്യക്തിക്ക് RSSുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. RSSന്റെ ഒരു വ്യക്തിയെ വെറുതെ RSS എന്ന് പറയാൻ സാധിക്കില്ല. RSSന്റെ ശാഖയിൽ പോകുന്ന വ്യക്തി മാത്രമേ RSS ആവുകയുള്ളൂ. അപ്പൊ കല്യോട്ട് ഭാഗത്ത് RSSന് ഒരു ശാഖയുമില്ല. നേരെ മറിച്ച് ഈ വ്യക്തി കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പല രീതിയിലും അവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. മറ്റു പല കേസുകളിലും പാർട്ടിക്കാർ അദ്ദേഹത്തെ സഹായിച്ചു. വാർത്താ സമ്മേളനത്തിൽ RSS ഭാരവാഹികളായ A. വേലായുധൻ, KV ഉണ്ണികൃഷ്ണൻ, P. കൃഷ്ണൻ, K. അഭിലാഷ് എന്നിവർ സംബന്ധിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് നവംബർ 2 നടക്കുന്നത്.
ബോധവൽക്കരണത്തിനായി മൊബൈൽ വാഹന പര്യടനം നടത്തുമെന്ന് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ അറിയിച്ചു. രാജ്യത്ത് ആദ്യമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നവംബർ 2 നടക്കുന്നത്. 3 ബാലറ്റ് യൂണിറ്റുകളും 1 കൺട്രോൾ യൂണിറ്റും അടങ്ങിയ മൾട്ടി പോസ്റ്റ് വോട്ടിംഗ് മെഷീനാണ് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ക്രമീകരിച്ചിട്ടുള്ളത്. റിട്ടേണിംഗ് ഓഫീസർ അടക്കം 4 ഉദ്യോഗസ്ഥരെ ബൂത്തിൽ നിയമിക്കും. 5100 ബാലറ്റ് യൂണിറ്റുകളും 700 കൺട്രോൾ യൂണിറ്റും ജില്ലയിൽ എത്തിച്ചിട്ടുണ്ട്. നഗരസഭകളിലേക്ക് 200 സിംഗിൾ പോസ്റ്റ് വോട്ടിംഗ് മെഷീനും സജ്ജീകരിച്ചിട്ടുണ്ട്. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതിനായി 28, 29, 30 തീയതികളിൽ മൊബൈൽ വാഹന പര്യടനവും നടത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ ഭരണം നിലനിർത്തുമെന്ന് UDF, തിരിച്ചുപിടിക്കുമെന്ന് BJP, കൂടുതൽ സീറ്റ് നേടുമെന്ന് LDF. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ മത്സരം തീപാറുകയാണ്. ഭരണം നടത്തുന്ന UDFും മുഖ്യ പ്രതിപക്ഷമായ BJPയും പരസ്പരം ഭരണം നേടുമെന്ന് അവകാശപ്പെടുമ്പോൾ ഇടതുമുന്നണി കൂടുതൽ സീറ്റ് നേടുമെന്നാണ് പറയുന്നത്. വെൽഫെയർ പാർട്ടിയുമായി ചില വാർഡുകളിൽ ഇടതുപക്ഷത്തിന് ധാരണയുണ്ട്. UDFിൻ്റെ ഭരണ നേട്ടങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ UDFിനെ അലട്ടുന്ന പ്രശ്നം വിമതർ ഏറെയുണ്ട് എന്നതാണ്. എന്തായാലും കൂടുതൽ സീറ്റ് നേടി തങ്ങൾ തന്നെ അധികാരത്തിലെത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മുസറത്ത് ജഹാൻ പറഞ്ഞു. UDF ಆಡಳಿತದಲ್ಲಿ ನಾವು 5 ವರ್ಷದಲ್ಲಿ ಕೂಡ ಎಲ್ಲ ರೀತಿಯಲ್ಲಿ ಕೂಡ ನಾವು ಒಳ್ಳೆಯ ಅಭಿವೃದ್ಧಿಯನ್ನು ನಾವು ತಂದಿದ್ದೇವೆ. ಗಡಿ ಪ್ರದೇಶದಲ್ಲಿರುವ ತೂಮಿನಾಡಿನಲ್ಲಿಯೂ ನಾನು ಒಳ್ಳೆಯ ರೀತಿಯಿಂದ ಅಭಿವೃದ್ಧಿಯನ್ನು ತಂದು ಎಲ್ಲ ವಾರ್ಡನ್ನು ನನ್ನ ಸ್ವಂತ ವಾರ್ಡೆಂದು ಭಾವಿಸಿ ನಾವು ಸಿಗುವ ಎಲ್ಲ ಸೌಕರ್ಯವನ್ನು ನಾವು ಕೊಟ್ಟಿದ್ದೇವೆ. ಅದಲ್ಲದೆ ಎಷ್ಟೋ ಮಂದಿಗೆ ನಾವು ನಮ್ಮ ಪಂಚಾಯತಿನಿಂದ ಸಿಗುವಂತಹ ಪೆನ್ಷನ್, ಓಲ್ಡ್ ಏಜ್ ಪೆನ್ಷನ್, ವಿಡೋ ಪೆನ್ಷನ್ ಇದನ್ನು ಕೂಡ ನಾವು ಎಲ್ಲ ಅರ್ಹರಿದ್ದವರಿಗೆ ನಾವು ಅದನ್ನು ನೀಡಿದ್ದೇವೆ. ಅದು ಅಲ್ಲದೆ ತುಂಬ ಬಡ ಕುಟುಂಬದವರಿಗೂ ನಾವು ನಮ್ಮ ಪಂಚಾಯತಿನ ವತಿಯಿಂದ ನಾವು 100 ಮನೆಯನ್ನು ನಾವು ಎಲ್ಲ ವಾರ್ಡಲ್ಲಿ ಆಗಿಯೂ ನಾವು 100 ಮನೆಯನ್ನು ಕೊಟ್ಟಿದ್ದೇವೆ. അതേസമയം BJP ആകട്ടെ കഴിഞ്ഞ തവണത്തെ 8 സീറ്റിൽ കൂടുതൽ ഇത്തവണ നേടി പഞ്ചായത്ത് ഭരിക്കുമെന്ന് അവകാശപ്പെടുന്നു. 5 കൊല്ലത്തിനിടയിൽ 2 പ്രസിഡന്റുമാർ ഗ്രൂപ്പ് പോരിൽ മാറി മാറി ഭരിച്ച പഞ്ചായത്തിൽ ഇത്തവണ BJP തങ്ങളുടെ ശക്തമായ സാന്നിധ്യം അറിയിക്കുമെന്ന് BJP നേതാവ് ഹരിശ്ചന്ദ്ര മഞ്ചേശ്വരം പറഞ്ഞു. ಭ್ರಷ್ಟಾಚಾರದ ಆಗರದಿಂದ ಕೂಡಿದ ಪರಿಣಾಮವಾಗಿ ಪಂಚಾಯತಿನ ಅಧ್ಯಕ್ಷರನ್ನು ಬದಲಾಯಿಸಬೇಕಾದ ಪರಿಸ್ಥಿತಿ ಮುಸ್ಲಿಂ ಲೀಗಿಗೆ ಒದಗಿ ಬಂದು ತದನಂತರ ಬಂದ ಅಧ್ಯಕ್ಷೆ ಅವರು ಕೂಡ ಭ್ರಷ್ಟಾಚಾರದಿಂದ ಆಡಳಿತ ಮಾಡುವುದಕ್ಕೆ ಒಂದು ಸಾಕ್ಷಿಯಾಗಿ ಪಂಚಾಯತಿನ ಸ್ವಪಕ್ಷದ ಸದಸ್ಯರಿಗೆ ಕಪಾಲ ಮೋಕ್ಷ, ಅದೇ ರೀತಿ ಅದೇ ಸದಸ್ಯನಿಗೆ ಮತ್ತೊಂದು ಅಂಗಪಕ್ಷದ ಸದಸ್ಯೆಯಿಂದಲೂ ಕಪಾಲ ಮೋಕ್ಷ ನಡೆದು ಅದು ನಾವು ಕಂಡಂಥ ವಿಚಾರವಾಗಿದೆ. ഇടതുപക്ഷമാകട്ടെ BJPക്കും ലീഗിനും സീറ്റ് കുറയുമെന്നും ജനങ്ങളോടുള്ള വഞ്ചന വോട്ടർമാർ തിരിച്ചറിയുമെന്നും പറയുന്നു. ഹൊസങ്കടി മീൻ മാർക്കറ്റിൻ്റെ പേരിൽ 7 ലക്ഷം രൂപ UDF തട്ടിപ്പ് നടത്തിയെന്നും LDF നേതാവ് EB രാജൻ പറഞ്ഞു. ഈ പഞ്ചായത്തിൽ ഇപ്പോൾ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം മാലിന്യ പ്രശ്നമാണ്. ആ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ പിന്നെ ഇന്നത്തെ ഭരണസാരഥ്യത്തിലുള്ളവർക്ക് ഒരു നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ പഞ്ചായത്തിൽ യഥാർത്ഥമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന പ്രധാനമായ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അംഗങ്ങൾ വിജയിച്ചാൽ മഞ്ചേശ്വരം പഞ്ചായത്തിൻ്റെ വ്യാപ്തിയിലുള്ള പ്രദേശങ്ങളിലുള്ള രൂക്ഷമായിട്ടിരിക്കുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ആദ്യമായ പരിഗണന നൽകുമെന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ഉറപ്പു തരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും പലയിടത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർണായക ശക്തിയായി മാറിയിട്ടുണ്ട്. 4ഓളം സീറ്റുകൾ സ്വതന്ത്രം നേടുമെന്നാണ് പൊതുവെ അഭിപ്രായം. വരും നാളുകളിൽ ആരെ മലർത്തിയടിക്കുമെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. റഹ്മാൻ ഉദ്യാവാര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് നഗരസഭയിൽ LDF INL വികസന മുന്നണി വികസന രേഖയുമായി രംഗത്തെത്തി. നഗരസഭയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് നേതാക്കൾ പറഞ്ഞു. നവംബർ 2 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF INL വികസന മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണും, നഗരസഭയിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കും, പൊട്ടിത്തകർന്ന റോഡുകൾ നന്നാക്കും, വികലാംഗർക്ക് സഹായധനവും വാർദ്ധക്യ പെൻഷനുകളും അർഹരായവർക്ക് BPL കാർഡുകളും വാർഡ് അടിസ്ഥാനത്തിൽ കണ്ടെത്തി നൽകും, തെരുവ് വിളക്കുകൾ റിപ്പയർ ചെയ്യുകയും പുതിയവ സ്ഥാപിക്കുകയും ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു.
ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് നിരവധി പ്രശ്നങ്ങളും കാര്യങ്ങളും ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. അത് മുനിസിപ്പൽ ഭരണസമിതി ആത്മാർത്ഥമായി വിചാരിച്ചാൽ എല്ലാത്തിനും ഒരു പരിധിവരെ പരിഹാരം കാണാൻ വേണ്ടി കഴിയും. പലതിനും ആ രൂപത്തിൽ ഈ ജനങ്ങളുടെ പൊതു അഭിപ്രായങ്ങളും കാര്യങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉയർന്നു വന്നാലും അതിന് കാര്യമായൊന്നും എടുക്കാത്തൊരവസ്ഥയാണുള്ളത്. അതിൽ പ്രധാനമായി ഏത് രൂപത്തിൽ വിമർശനങ്ങൾ വന്നാലും ജനങ്ങൾ വിഷമങ്ങൾ നേരിട്ടെങ്കിലും ഞങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് അത്തരം ഒരു സമീപനങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ സ്ഥിതിക്കൊരു മാറ്റം വരുത്തണമെന്നുള്ളൊരു അഭിപ്രായമാണ് ഞങ്ങൾ ഈ LDFും INLും വികസന മുന്നണി ഉൾപ്പെടെയുള്ള ഈ മുന്നണിക്ക് ഉള്ളത്. വാർത്താ സമ്മേളനത്തിൽ കെ ഭാസ്കരൻ, സുലൈമാൻ ഹാജി ബാങ്കോട്, കൊപ്പൽ അബ്ദുള്ള, മുനീർ കണ്ടാളം, പി ദാമോദരൻ, ഉമൈർ തളങ്കര എന്നിവർ പങ്കെടുത്തു. അനുവദിച്ച തിരഞ്ഞെടുപ്പ് ചിഹ്നം മാറ്റിയതിനെതിരെ പരാതിയുമായി സ്ഥാനാർത്ഥി. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 14-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി രവീന്ദ്രനാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ചിഹ്നം അനുവദിക്കുന്ന വേളയിൽ കൊളവയലിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി രവീന്ദ്രന് സൈക്കിൾ ചിഹ്നമായി അനുവദിക്കാമെന്ന് വരണാധികാരി ഉറപ്പു നൽകിയിരുന്നതായി രവീന്ദ്രൻ പറയുന്നു. സ്ഥാനാർത്ഥി ചിഹ്നം പഞ്ചായത്തിൽ അപ്ലിക്കേഷൻ ഫോമും എല്ലാം കൊടുത്ത് ഹിയറിങ്ങും എല്ലാം കഴിഞ്ഞ് അവസാന ഘട്ടം പിൻവലിക്കേണ്ട ഡേറ്റും കഴിഞ്ഞു. അതിനുശേഷം സ്ഥാനാർത്ഥിയുടെ ഐഡൻറ്റിറ്റി കാർഡ് മേടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് പഞ്ചായത്ത് അധികൃതർ പറയുവാണ്, നിങ്ങളുടെ ചിഹ്നം ഓട്ടോറിക്ഷയാണ്, ഞാൻ സൈക്കിൾ ചിഹ്നത്തിലാണ് അപേക്ഷിച്ചത്, ആ ചിഹ്നം എനിക്ക് അനുവദിച്ചു തന്നതാണ്. അവസാന ഘട്ടം ഈ പഞ്ചായത്ത് അധികൃതർ അങ്ങനെ എന്നോട് പറയാൻ പാടില്ല. അതിനെതിരായി ഞാൻ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്ത്, എന്നാൽ അവസാന നിമിഷം ഓട്ടോറിക്ഷയായി മാറ്റുകയായിരുന്നു. പ്രചരണ സാമഗ്രികൾ ഒരുക്കിയ രവീന്ദ്രന് ഇത് തിരിച്ചടിയായി. ഓട്ടോറിക്ഷ ചിഹ്നം തനിക്ക് വേണ്ടെന്ന് രവീന്ദ്രൻ പറയുന്നു. തനിക്ക് സൈക്കിൾ ചിഹ്നം മാത്രം മതിയെന്ന നിലപാടിലാണ് രവീന്ദ്രൻ. വരണാധികാരിയുടെ നിലപാടിനെതിരെ ജില്ലാ കലക്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് രവീന്ദ്രൻ. പുല്ലൂർ പെരിയയിൽ BJP തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിലാണ് തെരഞ്ഞെടുപ്പ് രംഗം സാക്ഷ്യം വഹിക്കുന്നത്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ കേളോത്ത്, വിഷ്ണുമംഗലം, ഹരിപുരം വാർഡുകളിലെല്ലാം BJP ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയിൽ BJPയുടെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് BJP പ്രവർത്തകർ. വിഷ്ണുമംഗലം വാർഡ് BJP നിലനിർത്തുമെന്ന് നേതാക്കൾ അവകാശപ്പെടുന്നു. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക BJP ഉദുമ നിയോജകമണ്ഡലം അധ്യക്ഷൻ K. കുഞ്ഞിരാമൻ പ്രകാശനം ചെയ്തു. ഇത് കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഒരു വെറുതെ പറയുന്നതല്ല. ഒരുപാട് വർഷം 57 ശേഷം ഇവിടെ 5 കൊല്ലം UDFും LDFും ഭരിച്ചു. മാറി മാറി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഇവിടെ മാറ്റം വരും എന്നുള്ളത് UDFും LDFും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. 13-ാം വാർഡ് കമ്മിറ്റി ചെയർമാൻ ചന്തുകുട്ടി പ്രകടന പത്രിക ഏറ്റുവാങ്ങി. BJP മണ്ഡലം പ്രസിഡന്റ് TV സുരേഷ് അധ്യക്ഷനായി. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ കേളോത്ത്, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ചന്തുഞ്ഞി പുല്ലൂർ, K. കാർത്തിയാനി, BJP പഞ്ചായത്ത് സെക്രട്ടറി P. രതീഷ്, K. ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ പഞ്ചായത്ത് UDFന്റെ 21-ാം വാർഡ് കമ്മിറ്റി ഓഫീസ് തുറന്നു. സൗത്ത് ചിത്താരിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. അജാനൂർ പഞ്ചായത്തിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായി. അജാനൂർ പഞ്ചായത്തിലെ 21-ാം വാർഡ് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സൗത്ത് ചിത്താരിയിൽ മാട്ടുമ്മൽ മുഹമ്മദ് ഹാജി സ്മാരക സൗധത്തിൽ മൻസൂർ ആശുപത്രി ചെയർമാൻ പാലക്കി കുഞ്ഞാമത് ഹാജി നിർവഹിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് 14 അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വള്ളിക്കോത്ത്, 21-ാം വാർഡ് UDF സ്ഥാനാർത്ഥി PP നസീമ ടീച്ചർ, ഹാരിസ് ചിത്താരി, സംസുദ്ദീൻ മാട്ടുമ്മൽ, CK അസീസ്, യൂറോ കുഞ്ഞബ്ദുള്ള, CP സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. ഹസൈൻ അർമലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വമേകി. ഇനി മറ്റു വാർത്തകളിലേക്ക്. MSF കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റിനെ ആക്രമിച്ചതിൽ പ്രതിഷേധം. MSF പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. MSF കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് റമീസ റങ്ങാടിയെ SFI പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് MSF പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. പടന്നക്കാട് CK നായർ കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ MSF KSU സഖ്യത്തിന്റെ വിജയത്തിൽ വിരളി പൂണ്ടവരാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് MSF നേതാക്കൾ ആരോപിച്ചു.
പ്രതിഷേധ യോഗം MSF ജില്ലാ വൈസ് പ്രസിഡന്റ് സാദിഖുൽ അമീൻ ഉദ്ഘാടനം ചെയ്തു. അടുത്തുള്ള CK നായർ കോളേജിലും MSF KSUവിന്റെ ആധിപത്യം തുടർന്നപ്പോൾ വിളറിപ്പോണ്ട SFI നേതാക്കൾ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് റമീസ് ആറങ്ങാടിയെ വളരെ മർദ്ദിക്കുകയും വളരെ അവശനാക്കുകയും അവരുടെ കല്ലുകൊണ്ടും പിന്നെ അക്രമങ്ങൾ അയച്ചുവിടുന്ന ഒരവസ്ഥ നമുക്ക് കാണാനുണ്ടായി. ഇതൊക്കെ നമുക്ക് പറയാനുള്ളത് ഇതൊന്നും കണ്ട് പിന്തിരിഞ്ഞ് പോകുന്നവരല്ല MSFുകാർ എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും MSFിന്റെ സമാധാന സന്ദേശം ക്യാമ്പസുകളിലെത്തി ഇനിയും ധാരാളം പ്രവർത്തനങ്ങളുമായി MSF തുടരുക തന്നെ ചെയ്യും. ഇവിടെ എന്തെല്ലാം ഇവിടെ ഇലക്ഷൻ നടന്നു, അവിടെയൊക്കെ MSFിന്റെയും KSUവിന്റെയും പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. MSF ജില്ലാ സെക്രട്ടറി ജാഫർ കലഞ്ചിറ അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി റംഷീദ് നമ്പ്യാർ കൊച്ചി, ജബ്ബാർ ചിത്താരി, അനീഷ് ചിത്താരി, ജമീർ ബളാൽ, സിയാദ് പരപ്പ തുടങ്ങിയവർ സംസാരിച്ചു. ശിവമഹിമയെ ആവിഷ്കരിച്ച നൃത്തശില്പം ശ്രദ്ധേയമായി. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിലാണ് നൃത്തശില്പം അരങ്ങേറിയത്. സർപ്പദംശനമേറ്റു മരിച്ച ഭർത്താവിന്റെ ജീവൻ തിരിച്ചു കിട്ടാനായി ഭക്തയായ ഭാര്യ ശിവപ്രീതിക്കായി നടത്തുന്ന ഉപാസനയാണ് നൃത്തശില്പത്തിന്റെ പ്രമേയം. തണ്ണീരാമൃത് എന്ന ഗാനശേഖരത്തിൽ നിന്നും തെരഞ്ഞെടുത്ത മനോഹരമായ ഗാനത്തിനാണ് കുട്ടികൾ നൃത്താവിഷ്കാരം നൽകിയിരിക്കുന്നത്. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ച നൃത്തശില്പം ആസ്വാദകരുടെ ശ്രദ്ധ നേടി. പുതിയ കോട്ടയിലെ ഷൈന ടീച്ചറുടെ ശിക്ഷണത്തിൽ 11 പെൺകുട്ടികളാണ് നൃത്തശില്പം അവതരിപ്പിച്ചത്. ശിവപാർവതിമാരും നൃത്താവിഷ്കാരത്തിൽ രംഗത്ത് വരുന്നുണ്ട്. വൈവിധ്യമാർന്ന നൃത്തച്ചുവടുകളുമായി അവതരിപ്പിച്ച സർവം ശിവം കൈലാസനാഥൻ എന്ന നൃത്താവിഷ്കാരം വേറിട്ട അനുഭവമായി മാറി. ദാമോദരൻ മടിയൻ ഗാനരചനയും രാജേഷ് മേലാങ്കോട്ട് ഗാനത്തിന്റെ നിർമ്മാണ നിർവഹണവും നടത്തി. ആനന്ദാശ്രമം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ വാണിയമ്പാറ ചങ്ങമ്പുഴ കലാകായിക വേദി രോഗനിവാരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. CD പ്രദർശനവും ഒരുക്കി. ആനന്ദാശ്രമം പ്രാഥമികാരോഗ്യ കേന്ദ്രം, നെഹ്റു യുവകേന്ദ്ര എന്നിവയുടെ സഹകരണത്തോടെയാണ് വാണിയമ്പാറ ചങ്ങമ്പുഴ കലാകായിക വേദി ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. രോഗനിവാരണവും ശുചിത്വവും എന്ന വിഷയത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹമീദ്, സന്തോഷ് എന്നിവർ ക്ലാസ് എടുത്തു. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഈ ക്ലാസ് കേട്ടവർ ഇത് മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഒരാളിന് മഞ്ഞ കണ്ണുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് വരും. നിങ്ങൾ വെറും മഞ്ഞപ്പിത്തം വിചാരിച്ചിരിക്കേണ്ട എലിപ്പനിയാണോ എന്നൊരു സംശയം ഒന്ന് അല്ലേ? നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ഇത് തരാം. അപ്പൊ പറഞ്ഞു വന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരെ കൊണ്ട് ഈ പറഞ്ഞ പോലെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിനോദ് കൊട്ടിലങ്കാൽ അധ്യക്ഷനായി. പി രവീന്ദ്രൻ, സുരേന്ദ്രൻ അള്ളങ്കോട് എന്നിവർ സംസാരിച്ചു. CD പ്രദർശനവും നടന്നു. ശുദ്ധ സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകി 22ാം വർഷത്തിലേക്ക് പ്രയാണം തുടരുന്ന നീലേശ്വരം രാഗവീണ ഇത്തവണയും വിജയദശമി നാളിൽ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നു. സമാപന ചടങ്ങിൽ സിനിമ സീരിയൽ താരങ്ങളായ വിനോദ് കോവൂർ, സുരഭി, ബേബി നിരഞ്ജന എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. എല്ലാം രക്ഷിതാക്കളുടെ തെരുവിൽ അവരുടെ ശ്രമം മനസ്സിലാക്കി. അപ്പോൾ ഓരോ വർഷവും ഇതിൻ്റെ വരവിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ചരിത്രമൊന്ന് ഐതിഹ്യ നഷ്ടമാണ്. അതൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ വഹിച്ച് മുന്നോട്ട് പോകുന്നത്. എങ്കിൽ പോലും അപ്പോഴാണ് ഈ വർധനവ് വരുത്തണം എന്ന രീതിയിലേക്ക് രക്ഷിതാക്കൾ തന്നെ ഇങ്ങോട്ട് പറയണം. നീലേശ്വരം തളിയിൽ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വിജയദശമി ദിനമായ 23-ന് വെള്ളിയാഴ്ച രാവിലെ 8:30
ഭാഗവത ധർമ്മപീഠം മാനേജിംഗ് ട്രസ്റ്റി പെരിഗമന ശ്രീധരൻ നമ്പൂതിരി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികളായ KV സുരേഷ് കുമാർ, M ഗോപിനാഥൻ മുതിരക്കാൽ, P സുകുമാരൻ, P അനിൽകുമാർ, ഡാനിയൽ സുകുമാരൻ ജേക്കബ്, ശ്രീകല കോറോത്ത് എന്നിവർ അറിയിച്ചു. 1994 20 വിദ്യാർത്ഥികളുമായി തുടക്കം കുറിച്ച രാഗവീണ സ്കൂൾ ഓഫ് മ്യൂസിക് ഇന്ന് 450-ലധികം വിദ്യാർത്ഥികൾക്ക് സംഗീതം അഭ്യസിപ്പിച്ച ജില്ലയിലെ മികച്ച സംഗീത വിദ്യാലയമായി വളർന്നു കഴിഞ്ഞുവെന്നും നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും വിജയദശമി നാളിൽ നടത്തിവരുന്ന സംഗീതോത്സവം ജില്ലയുടെ ഉത്സവമാക്കി മാറ്റാൻ കഴിഞ്ഞുവെന്നും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഗീതോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രമുഖ സിനിമാ സീരിയൽ താരങ്ങളായ വിനോദ് കോവൂരും സുരഭിയും കൂടി ഉദ്ഘാടനം ചെയ്യും. ജാനകിക്കുട്ടി എന്ന കഥാപാത്രത്തിലൂടെ TV പ്രേക്ഷകരുടെ ഓമനയായി മാറിയ നിരഞ്ജന ചടങ്ങിലെ മുഖ്യാതിഥിയാവും. രാജമോഹൻ നീലേശ്വരം, JS മനൂപ്, മീനു മണികണ്ഠൻ എന്നിവരെ ആദരിക്കും. വിപിൻ രാഘവീണ ഉപഹാര സമർപ്പണം നിർവഹിക്കും. 2 ദശാബ്ദമായി മുത്തപ്പൻ തെയ്യം കെട്ടിയാടുന്ന MV സുനിൽകുമാറിനെ പെരുവണ്ണാൻ ആചാരപ്പേര് നൽകി ആദരിച്ചു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ വെച്ചാണ് തന്ത്രി ആചാരപ്പേര് വിളിച്ചത്. ചെറുവത്തൂർ പൊള്ള കണ്ണങ്കൈ മുത്തപ്പൻ മഠപുര ദേവസ്ഥാനമാണ് പട്ടും വളയും നൽകിയത്. ക്ഷേത്രത്തിൽ ഭാരവാഹികളുടെയും മറ്റും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തി ആചാരം കൈക്കൊണ്ടത്. തിരികെ പൊള്ള മുത്തപ്പൻ സ്ഥാനത്തെത്തി ഉപ്പും മധുരവും സ്വീകരിച്ചു. ഇതോടെയാണ് ആചാരംകൊള്ളൽ ചടങ്ങുകൾ പൂർത്തിയായത്. എടാട്ടുമുല്ലിലെ VV കുഞ്ഞിക്കണ്ണന്റെയും ജാനകിയുടെയും മകനാണ് സുനിൽകുമാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് നഗരസഭ LDFും UDFും നേർക്കുനേർ. BJP CPM അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് UDF. പരാജയഭീതിയാണ് ആരോപണത്തിന് പിന്നിലെന്ന് LDF. CPMും കോൺഗ്രസും ഒത്തുകളിക്കുന്നതായി BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനത്തിൽ ഇന്ത്യയിൽ ഇതാദ്യമെന്ന് ജില്ലാ കളക്ടർ. കാഞ്ഞങ്ങാട് നഗരസഭ NA ഖാലിദിന്റെ തിരഞ്ഞെടുപ്പിന് മുനവർ അലി ശിഹാബ് തങ്ങളെത്തി. ഫഹദിന്റെ കൊലപാതകം. CPM നേതാക്കൾ നുണപ്രചാരണം നടത്തുന്നതായി RSS നേതാക്കൾ. MSF മണ്ഡലം പ്രസിഡന്റിനെ ആക്രമിച്ചതായി പരാതി. നഗരത്തിൽ പ്രതിഷേധ പ്രകടനം. ശിവഭക്തിയിൽ ലയിച്ച് നൃത്തശില്പം. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ അരങ്ങേറിയ നൃത്തശില്പം ശ്രദ്ധേയമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.